ചെടികളുടെ വേര് സംബന്ധമായ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും വേര് നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ആഗിരണ വേരുകൾ നന്നായിട്ട് വളർന്ന് ചെടി കൂടുതൽ ഉൽപാദനക്ഷമമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും മണ്ണിൽ കൂടുതൽ ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഹ്യൂമിക് ആസിഡ്. ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നത് മൂലം മണ്ണിലുണ്ടായിരിക്കുന്ന എല്ലാ മൂലകങ്ങളും ചെടിക്ക് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ ഈ തോട്ടത്തിൽ നട്ടു വളർത്തിയിരിക്കുന്ന കുക്കുംബർ, അതേപോലെ തന്നെ വെണ്ട, പയർ, ഈ 3 വിളകളാണ് ഈ ഒരു തോട്ടത്തിൽ ഇപ്പോൾ നട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ഹ്യൂമിക് ആസിഡ് നൽകാൻ പോവുക. ഈ ഒരു വിളകൾക്ക് മാത്രമല്ല, നട്ടു വളർത്തുന്ന എല്ലാ വിളകൾക്കും അതേപോലെ തന്നെ പഴച്ചെടികൾക്കും ഞാൻ ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പ്രകടമായ ഒരു മാറ്റം കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിൽ കൂടുതൽ ജലാംശം നിലനിൽക്കുകയും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഡ്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹ്യൂമിക് ആസിഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 151 രൂപയാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഉപയോഗിക്കേണ്ട രീതി 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ശരിക്കും പറഞ്ഞാൽ ഇത് പൂർണ്ണമായും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് ചെടിക്ക് മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല. നന്നായി ലയിപ്പിച്ച ശേഷം ചെടികളുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ ഇത് കൊടുക്കുന്നത്. നഴ്സറികളിലൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു രീതിയിലും ചെടികൾ നശിച്ചു പോകാതെ എല്ലാ വേരുകളും നന്നായിട്ട് വളരുകയും പ്രധാനമായിട്ടും ആഗിരണ വേരുകൾ വളരുന്നത് കൊണ്ട് കൂടുതലായിട്ടും ഒരു ഉൽപാദനം നമുക്ക് ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വിളകൾക്കും ഞാൻ ഈ ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് 1 ഏക്കർ സ്ഥലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോയോളം ഹ്യൂമിക് ആസിഡ് മാത്രം മതിയാകും നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞു, നന്നായി മണ്ണിൽ ജലാംശം നിലനിന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടികളൊക്കെ എനിക്ക് പൂർണ്ണമായ ഒരു ഉൽപാദനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതല്ല ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ഒരു സംരക്ഷണം ഒരുക്കി എന്നുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു ഉൽപാദനം നമുക്ക് ചെടികളിൽ നിന്നും കിട്ടത്തുള്ളൂ.